അപകട ഭീഷണിയായി മലപ്പുറത്തെ പന്താവൂർ പാലം. പാലത്തിന്റെ കൈവരികൾ വാഹനമിടിച്ച് തകർന്നിട്ട് മാസങ്ങൾ പിന്നിടുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാലത്തിന് സുരക്ഷയൊരുക്കിയത് കമ്പി വെച്ച് കെട്ടി. അധികൃതർ ഇടപെട്ട് സുരക്ഷ ഉറപ്പാക്കണമെന്ന് നാട്ടുകാർ. കൊല്ലം പോരുവഴിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കമ്പലടി സ്വദേശി സൈനുല്ലാബിദ്. മരണകാരണം വ്യക്തമല്ല. ശൂരനാട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ആലപ്പുഴ തടത്തിൽക്കാവ് ദേവീക്ഷേത്രത്തിൽ സുജിത് ഗ്രാമത്തിന്റെ ശിക്ഷണത്തിൽ ചെണ്ടമേള അരങ്ങേറ്റം നടന്നു. അർജുൻ പ്രഭാകർ, സുജിത് ഗ്രാമം എന്നിവരുടെ നേതൃത്വത്തിൽ 30-ൽ പരം കലാകാരന്മാർ അരങ്ങേറ്റം കുറിച്ചു. വയനാടിനും വിലങ്ങാടിനും തണലൊരുക്കാൻ സ്നേഹവീടിന്റെ പാട്ടുവണ്ടി. മാപ്പിളപ്പാട്ട് ഗായകൻ കൊല്ലം ഷാഫിയും കലാകാരന്മാരും ഒരുക്കുന്ന പാട്ടുവണ്ടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കും. പാട്ടുവണ്ടിയിൽ നിന്നും സമാഹരിക്കുന്ന തുക ദുരിതബാധിതർക്കായി നൽകും. മലപ്പുറം വളാഞ്ചേരിയിലെ ക്ഷേത്രത്തിൽ നിന്നും ഭണ്ഡാരത്തിന്റെ പൂട്ട് പൊളിച്ച് മോഷണം നടത്തിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് മങ്കേരി സ്വദേശി കബീർ, പൊന്മുണ്ടം സ്വദേശി ജബ്ബാർ എന്നിവർ. പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. എറണാകുളം പള്ളിപ്പുറം ഗവൺമെന്റ് LP സ്കൂളിൽ പ്ലാവിലക്കഞ്ഞി സംഘടിപ്പിച്ചു. പ്ലാവിലക്കഞ്ഞി സംഘടിപ്പിച്ചത് പഴയകാല ഭക്ഷണരീതികൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിനായി. PTയുടെ നേതൃത്വത്തിൽ കഞ്ഞിയും പുഴുക്കും ചമ്മന്തിയും പപ്പടവും കുട്ടികൾക്ക് നൽകി. നവംബർ 22 മുതൽ 24 വരെ തൃശൂരിൽ നടക്കുന്ന സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം സാഹിത്യ അക്കാദമി ഹാളിൽ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ നിർവഹിച്ചു. അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ ഏറ്റുവാങ്ങി. ലോഗോ തയ്യാറാക്കിയത് മാതൃഭൂമിയിലെ ആർട്ടിസ്റ്റായിരുന്ന JR പ്രസാദ്. എറണാകുളത്ത് നടക്കുന്ന സ്കൂൾ ഒളിമ്പിക്സിൽ മലപ്പുറം ജില്ലാ ടെന്നീസ് ടീമിൽ ഐഡിയൽ സ്കൂൾ വിദ്യാർത്ഥിനി അഭിരാമി പങ്കെടുക്കും. കടകശ്ശേരി ഐഡിയൽ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അഭിരാമി. ഏരുവപ്പുറ സ്വദേശി ശ്രീജിത്തിന്റെയും ഡോക്ടർ മഞ്ജുഷയുടെയും മകളാണ് അഭിരാമി. മലപ്പുറം ഇരിമ്പിളിയം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ അധ്യാപക അനധ്യാപക സംഗമം സാദരം പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി സാഹിത്യകാരൻ P സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർ നാടിന്റെയും സമൂഹത്തിന്റെയും മിടിപ്പറയുന്നവരായിരിക്കണമെന്ന് സുരേന്ദ്രൻ. എറണാകുളം ചേറായി പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ സ്കൂൾ കലോത്സവം നിറക്കൂട്ടിന് കൊടിയേറി. കലോത്സവം ഫാദർ സിബിൻ കല്ലറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. 2 വേദികളിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന കലാമേളയിൽ 300-ലധികം കലാകാരന്മാർ മത്സരിക്കും. നേപ്പാളിലുണ്ടായ പ്രളയത്തിലും മണ്ണിടിച്ചിലിലും മരിച്ചവരുടെ എണ്ണം 239 കടന്നു. 18 പേരെ കാണാതായി. വീടുകളും കെട്ടിടങ്ങളും തകർന്നു. നിരവധി പേരെ രക്ഷപ്പെടുത്തിയതായി നേപ്പാൾ ആഭ്യന്തര മന്ത്രാലയം. ഗുവാഹത്തി ബ്രഹ്മപുത്ര നദിയിൽ മലയാളി യുവാവിനെ കാണാതായതായി പരാതി. കാണാതായത് ആര്യാട് സ്വദേശി വിൻസെന്റിനെ. ജങ്കാർ യാത്രക്കിടെ ഇയാൾ പുഴയിലേക്ക്